ഹലോ എവറി വൺ, എല്ലാവർക്കും മാത്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് വെൽക്കം. നമ്മൾ ഇന്ന് 5ാം ക്ലാസ്സുകാരുടെ ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യനിൽ ക്വസ്റ്റ്യൻ നമ്പർ 4 ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി പോസിബിൾ റിമൈൻഡേഴ്സ് ഓൺ ഡിവൈഡിങ് എ നമ്പർ ബൈ 4? ഒരു നമ്പറിനെ 4 ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടാൻ സാധ്യതയുള്ള റിമൈൻഡേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു കാര്യം ചെയ്യാം, ഫസ്റ്റ് 4നെ 4 ഡിവൈഡ് ചെയ്യാം. 4 divided by 4. നമുക്കറിയാം 1 4s are 4, so remainder is 0. അപ്പോൾ ഒരു പോസിബിൾ റിമൈൻഡർ എന്താണ്? 0 ആണ്. അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, തൊട്ടടുത്ത നമ്പർ എടുക്കാം, 5 എടുക്കാം. 5 divided by 4. 5ൽ 1 4s ഉള്ളത്, 1 4s are 4. 5 minus 4 1. അപ്പോൾ അടുത്തൊരു പോസിബിൾ റിമൈൻഡർ ആണ് 1. നെക്സ്റ്റ് നമ്പർ ആണ് 6. 6 divided by 4. 1 4s are 4. 6 minus 4 2. അടുത്തൊരു പോസിബിൾ റിമൈൻഡർ ആണ് 2. നെക്സ്റ്റ് നമ്പർ 7. 7 divided by 4. 1 4s are 4. 7 minus 4 3. So next possible remainder is 3. Then 8. 8 divided by 4. 8ൽ എത്ര 4s ഉണ്ട്? Yes, 2 4s are 8 അല്ലേ? 2 into 4 8. 8 minus 8 0. ഇനി അടുത്ത് നമ്മൾ 9 എടുത്താലും റിമൈൻഡർ എന്താ കിട്ടാം? ഈ 1 കിട്ടുക. അപ്പോൾ അതിൻ്റെ ഒരു ഓർഡർ എങ്ങനെയാണ്? ഏതൊക്കെയാണ് പോസിബിൾ റിമൈൻഡേഴ്സ്? ഒരു നമ്പറിനെ 4 ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടാൻ ചാൻസ് റിമൈൻഡേഴ്സ് 0 1 2 3. ഏതൊക്കെയാണ്? 0 1 2 3. എഴുതി വയ്ക്കാം, 0 1 2 3. ഇതൊക്കെയാണ് 4 ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള റിമൈൻഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം, ഇത് ചെയ്ത് നോക്കുക കേട്ടോ. യെസ്. ഇനി 3 7 11 ആർ ദി നമ്പേഴ്സ് ദാറ്റ് ലീവ് റിമൈൻഡർ 3 വെൻ ഡിവൈഡഡ് ബൈ 4. റൈറ്റ് ദി നെക്സ്റ്റ് 4 നമ്പേഴ്സ് ഇൻ ദിസ് പാറ്റേൺ. ഇതിനർത്ഥം എന്താണ്? 3 7 11 ആർ ദി നമ്പേഴ്സ്, ഈ നമ്പർ ഒക്കെ they leave remainder 3. ഇവർ എന്ത് ചെയ്യുന്നു? റിമൈൻഡർ 3 ആയിട്ട് ഇവർ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ത് വരുന്നു? 3 വരുന്നു. വെൻ ഡിവൈഡ് ബൈ 4. 4 ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 വരുന്ന നമ്പേഴ്സ് ആണ് 3 7 11. ഒന്ന് കാണിക്കാം. 7 ഡിവൈഡഡ് ബൈ 3 നോക്കാം. 7 ഡിവൈഡ് ബൈ 4 ആണ്, 4 ഡിവൈഡ് ചെയ്യുമ്പോഴാണ്. സോ റിമൈൻഡർ 3 വന്നുണ്ടോ? റിമൈൻഡർ 3 വന്നു. നമുക്ക് 11 ഒന്ന് നോക്കാം. 11 ഡിവൈഡഡ് ബൈ 4 2 8. റിമൈൻഡർ 3. അപ്പോൾ ഈ നമ്പർ ഒക്കെ എന്ത് ചെയ്യുന്നു? ദേ ലീവ് റിമൈൻഡർ 3. ഈ കാണിച്ച ഈ നമ്പറുകളൊക്കെ 4 ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 വരുന്ന നമ്പേഴ്സ് ആണ് ഇതെല്ലാം. നമ്മളോട് എന്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്? നമ്മളടുത്ത് ഈ ഒരു പാറ്റേണിൽ, ഈ പാറ്റേൺ എന്താ? 3 7 11. ഈ പാറ്റേണിൽ അടുത്ത 4 നമ്പേഴ്സ്, റൈറ്റ് ദി നെക്സ്റ്റ് 4 നമ്പേഴ്സ് ഇൻ ദിസ് പാറ്റേൺ, ആ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ നമ്പറിന്റെ പ്രത്യേകത എന്താ? ഇവിടെ നോക്കിയേ, ഇത് 4 + 3 ആണ്, ഇത് 8 + 3 ആണ്. അതായത് 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലെ ആൻസേഴ്സിനോട് കൂടിയിട്ട് 3 ഇങ്ങനെ കൂട്ടി പോവാം. ഇവിടെ നോക്കിയേ, 4 × 0 3ആണ്. 4 × 0 0 + 3 കിട്ടി, ഫസ്റ്റ് നമ്പർ കിട്ടി. അടുത്തത് 4 × 1 3 ആൻസർ 4. അതിൻ്റെ കൂടെ +3 ചെയ്തു, 7 കിട്ടി. അടുത്തത് എന്തായിരിക്കും? 4 × 2 8. 8ന്റെ കൂടെ 3 ആഡ് ചെയ്തപ്പോൾ 11 കിട്ടി. ഇതാ എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലെ ആൻസേഴ്സിന്റെ കൂടെ 3 ഇങ്ങനെ ആഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആൻസർ കിട്ടും. സോ നോക്കാം, 4 × 1 കഴിഞ്ഞു, 4 × 2 കഴിഞ്ഞു, 4 × 3 12 ആണ്. 4 × 3 12 ആണ്. 12 + 3 15. ഇതിലേക്ക് 3 കൂട്ടി പോയാൽ മതി. 3 + 4 7, 7 + 4 11, 11 + 4 15. ഇനി 15 + 4 എന്താ വരിക? 15 + 4 19, 15 + 4 19, 19 + 4 23, 23 + 4 27, 27 + 4 31. ഇങ്ങനെയാണ് ഈ നമ്പേഴ്സ് പോവാം.
നിങ്ങൾക്ക് കിട്ടിയ ഉത്തരത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ ചെയ്ത് നോക്കാം. എന്താ 31 നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് നോക്കാം, സോറി 4 കൊണ്ട് ഡിവൈഡ് നോക്കാം. ഡിവൈഡ് ബൈ 4 അല്ലേ? 31 ഡിവൈഡഡ് ബൈ 4. 31 ഡിവൈഡഡ് ബൈ 4. 7 4s are 28. 31 minus 28 റിമൈൻഡർ 3. ഓക്കെ, ഇതാണ് ആ നമ്പേഴ്സിന്റെ പാറ്റേൺ. ഇതൊന്നും അറിയണമെന്നില്ല, നിങ്ങൾ ഈ തന്ന ഈ 3 ആൾക്കാർ നോക്കിയാൽ മതി. പാറ്റേൺ ആകുമ്പോൾ എന്തെങ്കിലും ബന്ധം ഉണ്ടാവില്ല. ഇവിടെ നോക്കിയേ, 3ലേക്ക് 4 ആഡ് ചെയ്ത് 7 കിട്ടി, 7ലേക്ക് 4 ആഡ് ചെയ്ത് 11 കിട്ടി. അപ്പോൾ എന്തായിരിക്കും 11 + 4 ഇതാ 15, 15 + 4 19, 19 + 4 23, 23 + 4 27, 27 + 4 31. നമ്മുടെ 4 ഞാൻ പറഞ്ഞു, 4 ആകുമ്പോൾ ഇതാ 4 അടുത്ത 4 നമ്പർ ചെയ്താൽ പറഞ്ഞു 4 ഓക്കെ. അടുത്ത ചോദ്യം, ഇഫ് യു കണ്ടിന്യൂ റൈറ്റിംഗ് ലൈക്ക് ദിസ്, ഇത് നമ്മൾ ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുകയാണെങ്കിൽ വിൽ 100 ബി ഇൻ ദിസ് പാറ്റേൺ, 100 ഇതിൽ വരുമോ എന്നാണ് ചോദ്യം. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ പാറ്റേണിൽ ഒന്നും ആര് വരില്ല, 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആൻസേഴ്സ്, അതായത് 4ന്റെ മൾട്ടിപ്പിൾസ് ഒന്നും ഈ ഒരു പാറ്റേണിൽ വരില്ല. 4 വരില്ല, 8 വരില്ല, 12 ഉണ്ടാവില്ല, 16 ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലെ മൾട്ടിപ്പിൾസ് ഉണ്ടാവില്ല, മൾട്ടിപ്പിൾസ് ഉത്തരങ്ങൾ, ആ മൾട്ടിപ്പിൾസിന്റെ കൂടെ 4 ആഡ് ചെയ്താലാണ്, 3 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഉത്തരം കിട്ടുക. നോക്കിയേ, 100 4ന്റെ മൾട്ടിപ്പിൾ ആണ് നോക്കിയാൽ മതി. 100 ഡിവൈഡഡ് ബൈ 4, നമുക്കറിയാം 100 ഡിവൈഡഡ് ബൈ 4ന്റെ ആൻസർ 25 ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ തിരിച്ചു പറയാം, 25 × 4 100 ആണ്. അപ്പൊ 100 ഈ നമ്പറിനകത്ത് വരുമോ, ഈ ഒരു പാറ്റേണിൽ വരുമോ? ഈ പാറ്റേണിൽ ഇതിങ്ങനെ തുടർന്ന് പോയി കഴിഞ്ഞാൽ ഈ പാറ്റേണിൽ 100 വരുമോ? വരില്ല, നോ. കാരണം എന്താണ്? കാരണം നോ, 100 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. 4ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ് 100. 4ന്റെ മൾട്ടിപ്പിൾസ് ഒന്നും ഇവിടെ വരില്ല, നമ്മൾ ഈ പാറ്റേൺ ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നാൽ വരില്ല. ഓക്കെ, മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലെ ആൻസേഴ്സ് ആണ്, അവർക്ക് എല്ലാവർക്കും റിമൈൻഡർ 0 ആയിരിക്കും. ഓക്കെ, ഈ പാറ്റേണിൽ പ്രത്യേകത എന്താ? 3 7 11 15 19 23 27 31. ഈ പാറ്റേൺ പ്രത്യേകത എന്താ വെച്ചാൽ ഈ നമ്പേഴ്സ് ഒക്കെ 4 ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 വരുന്ന നമ്പേഴ്സ് ആണ്. അപ്പോൾ ആ ഒരു പാറ്റേൺ ആരും ഒരിക്കലും വരില്ല, 100 ഒരിക്കലും വരില്ല. കാരണം 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 4ന്റെ മൾട്ടിപ്പിൾ ആണ്, 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വരുന്ന ആൻസർ ആണ്. അതുകൊണ്ട് ഒരിക്കലും ഈ പാറ്റേണിൽ 100 വരില്ല. ഓക്കെ, ഈ പാറ്റേണിൽ ഒന്നും എന്ത് വരില്ല, 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആൻസർ ഒന്നും തന്നെ ഈ ഒരു പാറ്റേണിൽ വരില്ല കേട്ടോ. 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലെ മൾട്ടിപ്പിൾസ് ഒന്നും തന്നെ ഈ ഒരു പാറ്റേണിൽ വരില്ല. മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലെ ആൻസറിന്റെ കൂടെ 3 ആഡ് ചെയ്ത നമ്പേഴ്സ് മാത്രമേ ഇതിനകത്ത് വരുള്ളൂ. സോ എന്ത് ചെയ്യില്ല, 100 വരില്ല കേട്ടോ. അടുത്ത് 169, റൈറ്റ് 169 ആസ് certain times 8 and remainder. നിങ്ങൾ ടൈംസും പാർട്സും പഠിച്ചിട്ടുണ്ടായിരിക്കും ഡിവിഷൻ മെത്തേഡ്സ് എന്ന ചാപ്റ്ററിൽ. നമുക്ക് നോക്കാം. ആദ്യം 169 ആണല്ലേ, 169നെ ഒന്ന് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 8 10s എടുത്താൽ 80 ആയി, പക്ഷെ 8 20s എടുത്താൽ നമുക്ക് കിട്ടും 160 കിട്ടും അല്ലേ. 20 × 8 160 അല്ലേ. ഇവിടെ റിമൈൻഡർ 9 കിട്ടും. ഇനി നമുക്ക് 9ൽ എത്ര 8 ഉണ്ട്? 1 × 8 8, സോ റിമൈൻഡർ 1 കിട്ടുന്നുണ്ട്. ഇനി നമുക്കറിയാം നമുക്ക് കിട്ടിയ ആൻസർ കറക്റ്റ് ആണോ നോക്കാനൊരു വഴിയുണ്ടല്ലേ. അതെങ്ങനെയാണ് വഴി? നമുക്ക് കിട്ടിയ ആൻസറിൻ്റെ കൂടെ ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് റിമൈൻഡർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടും? ഈ ഉള്ളിലുള്ള ആൻസർ കിട്ടും. പഠിച്ച കാര്യമാണ്. ഡിവിഷനിൽ കിട്ടിയ ഉത്തരം കറക്റ്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞ ഈ ഡിവൈസറിൻ്റെ കൂടെ ഈ ഒരു ആൻസർ മൾട്ടിപ്ലൈ ചെയ്യാം, 21 × 8. ഇനി എന്തെങ്കിലും റിമൈൻഡർ ഉണ്ടെങ്കിൽ അത് കൂട്ടി കൊടുക്കുക. കൂട്ടി കൊടുക്കുമ്പോൾ ഈ ഉള്ളിലുള്ള ആൻസർ വരണം 169 വരണം. ചെയ്ത് നോക്കാം നമുക്ക്. 169 = ഇവിടെ ആൻസർ എന്താ വന്നത്?
20 പ്ലസ് 1 21. 21 ഇൻറ്റു 8 പ്ലസ് 1. ഇത് കിട്ടുന്ന നോക്കില്ല നമുക്ക് നോക്കാം. എത്ര 21 ഇൻറ്റു 8 168. ഇത് 168. അതിൻ്റെ കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ 169 നമ്മുടെ ആൻസർ ആയി അല്ലേ? കിട്ടുന്നില്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? 169നെ സർട്ടൻ ടൈംസ് ആക്കി എഴുതണം. ടൈംസ് ഓഫ് 8ൻ്റെ 21 ടൈംസിൻ്റെ കൂടെ ഒരു റിമൈൻഡർ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 169 കിട്ടും. ഒന്നുകൂടി പറയാം. 8ൻ്റെ 21 ടൈംസിൻ്റെ കൂടെ പ്ലസ് ആ റിമൈൻഡർ 1 ആഡ് ചെയ്താ, ആൻഡ് റിമൈൻഡർ പറഞ്ഞിട്ടില്ലേ, പ്ലസ് ആ റിമൈൻഡർ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ആൻസർ കിട്ടും? നമുക്ക് 169 എന്ന ആൻസർ ലഭിക്കുന്നുണ്ട്. നല്ല ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. സോ 169 എന്ന് പറഞ്ഞാൽ 21 ഇൻറ്റു 8 ആണ്. അപ്പോൾ 8ൻ്റെ ടൈംസ് ഏതാ? 8 ടൈംസ് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. 8ൻ്റെ മൾട്ടിപ്പിൾ ആയി, ടൈം ആയി. അതിന് കൂടെ റിമൈൻഡർ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 169 എന്ന ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 4 കേട്ടോ.